ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സെഫാനിയ 3:17. നമ്മൾ എല്ലാ കാര്യത്തിലും വിജയിക്കണമെന്നാണ് നമ്മുടെ മാതാപിതാക്കളുടെ ആഗ്രഹം, അല്ലേ? അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ഇഷ്ടങ്ങളും നമുക്ക് വേണ്ടി സാധിച്ചു തരാൻ അവരായിരിക്കും മുൻപന്തിയിൽ ഉണ്ടാവുക. നമ്മൾ പറയാതെ തന്നെ അവർ നമുക്ക് വേണ്ടി പ്രയത്നിക്കും. അതുപോലെ തന്നെയാണ് ദൈവവും. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ് ദൈവം. അതാണ് സെഫാനിയയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പറയുന്നത്. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നമുക്ക് വേണ്ടി ഒരു പോരാളിയെ പോലെ, ഒരു യോദ്ധാവിനെ പോലെ യുദ്ധം ചെയ്യുന്നവരാണ് ദൈവം. യുദ്ധം ചെയ്ത് വിജയം നമുക്ക് വേണ്ടി പ്രാപ്തമാക്കുന്നവരാണ് ദൈവം എന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ ഒരു അന്ധനെ സുഖപ്പെടുത്തുന്ന രംഗമുണ്ട്. അതിൽ അന്ധൻ പറയുന്നത് ഇങ്ങനെയാണ്: നാം ദൈവത്തിന് വേണ്ടി ജീവിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ച് അവന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ അഭിലാഷം സാധിച്ചു തരുമെന്ന്. നമ്മൾ വയ്ക്കുന്ന ഓരോ ചുവടിലും ദൈവം നമുക്ക് വഴികാട്ടിയായി നിൽക്കും. നമ്മൾ ദൈവത്തിനോട് ചേർന്ന് ദൈവത്തിന്റെ ഇഷ്ടം അനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്നും വിജയത്തിലേക്ക് തന്നെയായിരിക്കും മുൻപോട്ട് ചലിക്കുക. നമ്മുടെ ഓരോ ഇഷ്ടങ്ങളും ഓരോ കാര്യങ്ങളിലും ദൈവം നമ്മോട് കൂടെ ആയിരിക്കും. ഈ വചനം നമുക്ക് വേണ്ടി പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവാണ്. അവൻ നമുക്ക് വേണ്ടി നന്മയുടെ പാതയിലൂടെ തന്നെ നമ്മളെ സഞ്ചരിക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കും. ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ച് നമുക്ക് മുൻപോട്ട് ചലിക്കാം.